പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ എടുത്ത വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 45 അതിന്റെ 2 വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിനക്ക് മുമ്പായി ദുർഘടങ്ങളെ സമഭൂമിയാക്കി മാറ്റി, താമ്രം അതിന് ഉടയ്ക്കും, ഇരുമ്പോടാമലെ കണ്ണിച്ച് കളയും. സ്തോത്രം. ഇത് ദൈവം കോരശ് എന്ന് പറയുന്ന തന്റെ ഭക്തനായ മനുഷ്യനോടാണ് പറയുന്നത്. കോരശിനോട് പറയുക, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന്. ആരാണ് കോരശ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ ദാനിയേലിന്റെ കാലത്തുണ്ടായ രാജാക്കന്മാർ, അല്ലേലിയ, ദാനിയേലിന്റെ കാലത്ത് ഇസ്രായേൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ഒരാളാണ് കോരശ് എന്ന് പറയുന്നത്. കോരശ് ഒരു രാജാവാണ്. നമുക്കറിയാം നെബൂഖദ്നേസർ, ബൽത്തസർ, ദാര്യാവേശ്, കോരശ് എന്നിങ്ങ് 4 രാജാക്കന്മാരാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ. എന്നാൽ 70 വർഷങ്ങൾ നീണ്ട ബാബേൽ പ്രവാസത്തിൽ മറ്റു രാജാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഈ കോരശ് ദൈവത്തിന്റെ ഇടയനാണ്. അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്ന് പറയും. ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിൽ കൊണ്ടുപോയ നെബൂഖദ്നേസറാണ്. എന്നാൽ ഹല്ലേലൂയ, ഈ നെബൂഖദ്നേസർ രാജാവ് ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും കോരശിന് സമയമായപ്പോൾ ജനത്തെ വിടുവിക്കേണ്ടതിന് ഇവരെ മടക്കി സ്വന്തം ദേശത്തിലേക്ക് എത്തിക്കേണ്ട ദൈവം ഉപയോഗിച്ച രാജാവാണ് കോരശ്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ. ദൈവം തന്റെ ജനത്തെ പുറത്തെടുക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവമില്ല കോരശിനെ ഉപയോഗിച്ചു. സ്തോത്രം. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിന്റെ ഹിതമനുസരിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവം വേർതിരിച്ച മനുഷ്യനാണ് ആര്? കോരശ്. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവം വേർതിരിച്ച മനുഷ്യൻ. ഈ കോരശിനോട് പറയണം. അപ്പൊ പ്രവാസത്തിലായിരിക്കുമ്പോൾ കോരശ് ഉൾപ്പെടെ രാജാവാണെങ്കിൽ കോരശ് ഉൾപ്പെടെ ഈ പ്രവാസത്തിന്റെ അടിമത്തത്തിലാണ്. ഈ കോരശിനോട്, ഇടയനോട് പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ സമഭൂമിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് നിന്റെ മുമ്പിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ട്. മുന്നോട്ട് നിന്നെ വിടാതെ വണ്ണം, ഈ പ്രവാസത്തിന് തന്റെ ജനത്തെ പുറത്ത് കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണം ഇവരെ നയിക്കുവാൻ ദൈവം വിളിച്ചു പക്ഷെ എന്നാൽ ഈ ജനത്തിന് പുറത്തു വരുവാൻ കഴിയുന്നില്ല. പറയുകയാണ് ഇവിടെ നിന്റെ മുമ്പിൽ ഞാൻ ദുർഘടങ്ങളെ സമഭൂമിയാക്കി മാറ്റും. മുന്നോട്ടുള്ള പാതകൾ ദുർഘടം നിറഞ്ഞാണ്, കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ പാതകളാണ്. പ്രശ്ന സങ്കീർണമായിരിക്കുന്ന പാതകളാണ്. മുന്നോട്ട് നടക്കുമ്പോൾ കുഴികളും കുന്നുകളും ഉള്ള പാതകളാണ് ഉള്ളത്. എന്നാൽ ഹല്ലേലൂയ, ആ പാതകളെ ദൈവം നിരപ്പാക്കും. നിന്നെ ഞാൻ സമനിലത്ത് കൂടെ നടത്തും. പ്രശ്ന സങ്കീർണമായ അവസ്ഥകളുടെ അല്ല, പ്രശ്നങ്ങളെല്ലാം മാറ്റി ദുർഘടങ്ങളെ നിരപ്പാക്കും. താമ്രവാതുകളെ തകർക്കും. ഈ നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ആ അധികാരമെന്ന് പറയുന്നത് ഭയങ്കര മഹാപീഡകളിലൂടെ ജനം കടന്നുപോയൊരു സമയമാണ്. ഈ സാമ്രാജ്യത്തിന്റെ ആ പീഡന കാലത്ത് ഈ ദൈവത്തിന്റെ ജനം ഒരുപാട് കഷ്ടത്തിൽ കടന്നു പോയതാണ്. അവരെ ഹല്ലേലൂയ തകർത്തു കളയുവാൻ അവരുടെ യുദ്ധമുറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടാണ്. ഈ നെബൂഖദ്നേസർ രാജാവ് ജനത്തെ പിടിച്ചുകൊണ്ടുപോയി ഭയങ്കരമായി പീഡിപ്പിച്ച സമയമാണ്. റോമ സാമ്രാജ്യത്തിന്റെ ആ ഒരു മേഖല, ആ താമ്രവാതിൽ, ആ സാമ്രാജ്യത്തെ ദൈവം തകർത്ത് കളയും. ഹല്ലേലൂയ. താമ്രം എന്ന് വെച്ചാൽ ആർക്കും ഉടച്ചു കളയുവാൻ കഴിയാത്ത, ആർക്കും പെട്ടെന്ന് മുറിച്ചു കളയാൻ കഴിയാത്ത ചില ബന്ധനങ്ങളെ ദൈവം തകർക്കും. എന്നിട്ട് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും. തകർക്കും. ദൈവം കണ്ണിച്ചു കളയും. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ യാത്രയെ തടയുന്ന ദുഷ്ടന്റെ വാതിലുകളെ, ഓടാമ്പലുകളെ ദുർഘടങ്ങളെ ദൈവം മാറ്റി, പൂർണ്ണമായും മാറ്റി അവനൊരു സ്വസ്ഥത കൊടുക്കുമെന്നാണ് ഇവിടെ തിരുവചനത്തിലൂടെ ദൈവം നമ്മൾ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഹല്ലേലൂയ പലരും ഇന്ന്
ആമേൻ നിങ്ങൾക്ക് ഹല്ലേലൂയ കടന്നു പോകാൻ കഴിയാത്ത മുന്നോട്ട് എങ്ങനെ നിങ്ങൾ പോകുമെന്ന് ചിന്തിച്ച് പല പ്രതിസന്ധികൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകെ നിന്നിടത്ത് നിന്ന് നിങ്ങൾ ഉരുക്കി കളയുന്ന അനുഭവങ്ങളില്ലേ എന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവം താഴ്വരകൾ നികത്തും. എല്ലാ മലയും കുന്നും എന്ത് ചെയ്യുക താണു വരും. ഹല്ലേലൂയ. വളഞ്ഞതൊക്കെയും എന്ത് ചെയ്യുക ചൊവ്വാകും. ദുർഘടങ്ങൾ സമമായി തീരും. സ്തോത്രം പറയുകയാണ്. അതെ നിങ്ങളുടെ സമയമായി, നിങ്ങളുടെ ശുശ്രൂഷയുടെ സമയമായി, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയുടെ സമയമായി, സന്തോഷ സമയമായി, ആ ഘോഷങ്ങളെ മുഴക്കുവാനുള്ള സമയമായി, സന്തോഷ ഘോഷം മുഴക്കേണ്ട സമയമായി. അല്ലെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ വഴികളെ തുറക്കും, അവൻ ദുർഘടങ്ങളെ മാറ്റും. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിന്റെ വഴി ഒരുക്കുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകനെ ദൈവം ഒരുക്കി. ജനത്തിന്റെ ഹൃദയത്തെ ദൈവം തൊട്ട് സംസാരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങൾ കുന്നുപോലെ കഠിനമായി കിടന്ന ഹൃദയത്തിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അയച്ചു. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? അവരുടെ ഹൃദയം ഒരുക്കപ്പെടുവാൻ ഇടയായതുപോലെ ദൈവിക വിടുതലിന് വേണ്ടി നിങ്ങളെ ഒരുക്കിയെടുക്കും. നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം കൊടുക്കും. സ്ഥിരതയുള്ളവരായി ദൈവത്തിന്റെ സല്ലായിരിക്കുമ്പോൾ ദുർഘടങ്ങൾ നിങ്ങളുടെ ജീവിത സമൂഹമായി മാറും. തുറക്കാത്ത വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കും. മുറിയാത്ത ഓടാമ്പലുകളെ ദൈവം തകർത്ത് കളയും. ഏത് അധികാരത്തിലുള്ളവരാണെങ്കിലും എത്ര ശക്തരാണെങ്കിലും ഹല്ലേലൂയ ഇതൊക്കെ കാണിക്കുന്നത് ചില അധികാരങ്ങളെ കാണിക്കുന്നത്. അല്ലെങ്കിൽ താമ്രവാതിൽ പോലെ അധികാരങ്ങൾ, ഇരുമ്പോടാമ്പൽ കൊണ്ട് മുറിച്ചു കളയാൻ കഴിയാത്ത ഹല്ലേലൂയ തകർത്ത ജനത്തെ അകത്തിട്ട് പൂട്ടിക്കളയുന്ന ബന്ധസ്ഥനാക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ കഴിയാതെ ഹല്ലേലൂയ അവരെ ഒതുക്കിക്കളയുന്ന മേഖലകളെയൊക്കെ ദൈവം എന്ത് ചെയ്യുക? ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഒതുക്കുന്ന മേഖലകളെ, നിങ്ങളെ തടഞ്ഞ് നിങ്ങളുടെ നന്മയ്ക്കെതിരായി നിൽക്കുന്ന മേഖലകളെ, നിങ്ങളുടെ സന്തോഷ വിരോധമായി നിൽക്കുന്ന മേഖലകളെ ആത്മാവ് ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും. നമുക്കറിയാം പത്രോസിനെ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ ശത്രുക്കൾ പൂട്ടി, പൗലോസിനെ പൂട്ടി. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക? പത്രോസിനെ ദൈവം ഹല്ലേലൂയ തന്റെ ദൂതനെ അയച്ച് വിടുവിച്ചു. ഹല്ലേലൂയ. പൗലോസ് ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും തുറന്ന ദൈവം തന്റെ മകനെ ഭക്തനെ പുറത്തു. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ വാതിലാണ്, ഏതൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും, ഏതൊക്കെ വിഷയങ്ങളാണെങ്കിലും അതിന്റെ നടുവിലൊന്നും പതറിപ്പോകാതെ വിശ്വാസത്താൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങൾ നോക്കുന്ന വാതിലേക്ക്, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നോക്കി ഭാരപ്പെട്ടവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പുതുവാതിലുകളെ തുറക്കുന്ന, പുതിയ വഴികളെ തുറക്കുന്ന ഹല്ലേലൂയ ഒരു കർത്താവ് ഉണ്ട്. വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ആമേൻ.